ഹായ് പ്രൈസ് ലോഡ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം YP സോണിൻ്റെ ഈ വർഷത്തെ യുവജന ക്യാമ്പിലാണ് ആയിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം ഈ വർഷത്തെ നമ്മുടെ യുവജന ക്യാമ്പിനെക്കുറിച്ചുള്ള യുവജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നമുക്ക് അവരിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ചോദിക്കാം നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ്? വളരെ അടിപൊളിയായിട്ടുള്ള ക്യാമ്പായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എടുത്ത ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. ഒരുപാട് അറിവ് തരുന്ന ക്ലാസ്സുകളായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാൻ പറ്റുമോ? ബൈബിളിൽ ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവം ആദ്യം കൽപ്പിച്ച വാക്ക് എന്താണ്? ആകാശഭൂമി ഉണ്ടായിട്ടുണ്ട്. അല്ല, ഉത്തരം തെറ്റാണ്. ഓക്കെ, എന്തായാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അടുത്ത് വീണ്ടും നമ്മുടെ കുറേ കൂട്ടുകാർ വരുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടെ ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ്? സൂപ്പറായിരുന്നു. എന്താ ഇവിടുത്തെ പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായോ? ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നോ നിങ്ങൾ? ഇന്നലത്തെ നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രിത്തെ കൊള്ളായിരുന്നു അല്ലേ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ദൈവം ആദ്യമായി കൽപ്പിച്ച വാക്ക് എന്താണ്? ദൈവം ആദ്യമായി കൽപ്പിച്ച വാക്ക് എന്താണ്? വെളിച്ചമുണ്ടാകട്ടെ. ശരിയായ ഉത്തരവാണ്. അപ്പോൾ ഫെയ്ത്ത് മോർ ചാനൽ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമ്മുടെ കുറേ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ല മെസ്സേജാണ്. നമ്മളെ ഈ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി അതിനൊത്ത് പ്രസംഗിച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത്. പേരെന്താണ്? അയറിൻ. ഏത് ചർച്ചിൽ നിന്നാണ് വരുന്നത്? ബാട്ടൺ ഹിൽ. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ബൈബിൾ എത്ര പുസ്തകങ്ങളുണ്ട്? 66. ഓക്കെ, ശരിയായ ഉത്തരവാണ്. ഫെയ്ത്ത് മോർ ചാനൽ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്യാമ്പിന് പങ്കെടുത്ത ഒരു അമ്മയോട് ചോദിക്കുക, നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൻറ്റി പ്രൈസ് ലോഡ്. പേരെന്താണ്? എൻ്റെ പേര് ഷിജി. ഏത് സെൻറ്ററിൽ നിന്നാണ് വരുന്നത്? ആറ്റിങ്ങൽ ഡിസ്ട്രിക്ട്. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പ് എങ്ങനെയുണ്ട്? വളരെ അനുഗ്രഹമായിരുന്നു. വളരെ പ്രയോജനകരമായ ക്ലാസ്സുകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹമായിരുന്നു. ആ ദേവദാസനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ പുതിയ നിയമത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് എത്ര ലേഖനങ്ങളാണ് എഴുതിയത്? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നമുക്ക് വീണ്ടും ചോദിക്കാം. നമ്മുടെ ക്യാമ്പ് തുടങ്ങി 2ാമത്തെ ദിവസമാണ് ഇന്ന്. എത്രത്തോളം കുഞ്ഞുങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ നമുക്ക് രജിസ്ട്രേഷൻ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചോദിക്കാം. എങ്ങനെയാണ് യുവജനങ്ങളുടെ പങ്കാളിത്തം ഈ ക്യാമ്പിന്? വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഈ ക്യാമ്പ് എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുന്നു. ഈ അവധിക്ക് ഇത്രയും കുട്ടികൾ കടന്നു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ നല്ല രജിസ്ട്രേഷൻ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് 250-ഓളം കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട്. രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഈ ക്യാമ്പിൽ ഒരു 500-ൽ കവിഞ്ഞുള്ള ഒരു ആൾക്കാരുടെ പങ്കാളിത്തം നമുക്കുണ്ടായത് വളരെ നല്ലൊരു ക്യാമ്പ്, വളരെ അത് വിജയമായതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് എന്തുകൊണ്ടും ഈ സമയത്ത് ഈ കാലാവസ്ഥയിൽ തന്നെ ഇത്രയും കുഞ്ഞുങ്ങൾ കടന്നു വന്നത് വളരെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം എത്രത്തോളം മെമ്പേഴ്സ് രജിസ്റ്റർ ആയിട്ടുണ്ട്? ഇന്നലെ ഇന്നുമായിട്ട് ഏകദേശം 450 മെമ്പേഴ്സ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇന്നലെ 450, ഇന്ന് 100 പേരും രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 500-ഓളം പേര് നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ക്യാമ്പ് എത്രമാത്രം വിജയകരമായാണ് ഈ 2ാമത്തെ ദിവസം നടക്കുന്നതെന്ന്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഒറ്റ വാക്കുകൊണ്ട് കൊള്ളാമെന്നാണോ അതോ? ഞാൻ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇന്ന് വന്നേ ഉള്ളൂ അല്ലേ? നിങ്ങളൊക്കെ ഇന്നലെ വന്നല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ സെക്ഷനുകളും? നമ്മുടെ തീം അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ഉത്തരം അറിയുന്ന ആൾ കൈ വയ്ക്കാൻ മതി. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണ്?
ദൈവത്തിലുള്ള മുഖഭാവം തന്നെ ഭാവം തന്നെ ക്രിസ്തുവിലെ ഭാവം തന്നെ. ഓക്കെ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ അല്ലേ? അവർക്കൊരു പ്രൈസ് ഉണ്ട്. ഫെയ്ത്ത് മോർ ചാനൽ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. പേരെങ്ങനെയാ? സ്വർഗീയ സ്വപ്ന സ്വപ്ന. ഏത് ചർച്ചിനാണ് വരുന്നത്? മൗണ്ട് ലൈഫ് കുന്നപ്പുഴ. കുന്നപ്പുഴ അല്ലേ? നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് എങ്ങനെയുണ്ട്? വളരെ മനോഹരമാണ്, സൂപ്പറാണ്. ആണല്ലേ? ഇവിടെ നടക്കുന്ന ഓരോ സെക്ഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, സൂപ്പറാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിൻ്റെ തീം എന്താണ്? ക്രിസ്തുവിൻ്റെ ഭാവം. ക്രിസ്തുവിൻ്റെ ഭാവം ശരിയായ ഉത്തരവാണ്. ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഫെയ്ത്ത് മോർ ചാനൽ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ആൻറ്റി പ്രൈസിലോട്. പേരെങ്ങനെയാണ് ആൻറ്റി? പേര് നീന. നീന. നിങ്ങൾ ഏത് സെൻറ്ററിൽ നിന്ന് വരുന്നത്? ഞങ്ങൾ ട്രിവാൻഡ്രം സെൻറ്റർ അല്ലേ? നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരിക്കുന്നു. നല്ലൊരു ക്യാമ്പ് സൈറ്റ്. എല്ലാം കൊണ്ടും കൊള്ളാം. എൻ്റെ എല്ലാ രീതിയിലും വളരെ നന്നായിരിക്കുന്നു. നന്നായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പങ്കാളിത്തവും എങ്ങനെയുണ്ട് ഈ ക്യാമ്പിന്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായിട്ടൊരു വലിയൊരു കുഞ്ഞുങ്ങളുടെ വലിയൊരു സാന്നിധ്യമുണ്ട് അല്ലേ? ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? വേണ്ട. ഓക്കെ, എളുപ്പമുള്ള ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ തീം എന്താണ്? ക്രിസ്തുയേശുവിലുള്ള ഭാവം. ഓക്കെ, ക്രിസ്തുയേശുവിൻ്റെ ഭാവം. നമുക്ക് ഒരു ചെറിയ ഒരു പ്രൈസ് ഉണ്ട്. ഫെയ്ത്ത് മോർ ചാനൽ നടക്കുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോഡ്. പേരെന്താണ്? അബിയ. ഏത് ഡിസ്ട്രിക്റ്റിൽ വരുന്നത്? ട്രിവാൻഡ്രം ടൗൺ. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഏത് സെക്ഷനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? ഇന്നത്തെ അല്ലേ? ഇന്ന് പഠിപ്പിച്ച സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ശ്രമിക്കാം. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 66. ഒരു സംശയം പോലെ? ഇല്ല. ഉറപ്പാണോ? ആണ്. ഓക്കെ, 66 ശരി ഉത്തരമാണ്. ഫെയ്ത്ത് മോർ ചാനൽ നൽകുന്ന ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോഡ്. നമുക്ക് വീണ്ടും ചോദിക്കാം. നമ്മുടെ ഈ ക്യാമ്പിനെ കുറിച്ച് നമ്മുടെ ചർച്ചകോട് തന്നെ അരുവിക്കലിൽ ശുശ്രൂഷിക്കുന്ന പ്രിയ അഭിഷേകനോട് ചോദിക്കാം. പക്ഷേ പ്രൈസ് ലോഡ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ്? വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്യാമ്പായിരുന്നു. എല്ലാം കൊണ്ടും യൂത്തിന് പ്രയോജനകരമായ ക്ലാസ്സുകളും അതുപോലെ തന്നെ കടന്നു വന്ന ഏവർക്കും വളരെ പ്രയോജനകരമായി തീരത്തക്ക നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഓരോ പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കുന്നു. പാസ്റ്റർ ചർച്ചിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്? ഇന്നലെ ഏകദേശം 10ഓളം കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു 7 പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ വളരെ ക്ലാസ്സുകൾ പ്രയോജനമായി തീരുന്നു എന്നുള്ള നല്ല അഭിപ്രായമാണ്. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ ഒരു സുഹൃത്തോടെ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ദിവസത്തെ ക്യാമ്പ്? നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ക്യാമ്പായിരുന്നു. ഇന്നത്തെ ക്ലാസ് നല്ല ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു എല്ലാവർക്കും. നല്ല ക്ലാസ്സായിരുന്നു.